നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യസഭയിൽ NDA പക്ഷത്തേക്ക് കൂറുമാറാൻ അംഗങ്ങൾക്ക് കോഴ നൽകുന്നതുമായുള്ള ആരോപണം ഇപ്പോൾ ശക്തമാവുകയാണ്. അതായത് പ്രതിപക്ഷ MP-മാരിൽ പലരെയും BJP ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ബിജു ജനതാദളിലെയും YSR കോൺഗ്രസിലെയും നേതാക്കളെയാണ് BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. നേരത്തെ TDP ഇങ്ങനെ ഒരു നാണം കെട്ട കളി കളിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ വളരെ വൈകാതെ തന്നെ BJP മറ്റൊരു നീക്കം കൂടി നടത്തുകയാണ് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഫലം അത് പ്രതികൂലമായാൽ രാജ്യസഭയിലേക്കുള്ള BJPയുടെ സാധ്യതകൾ വീണ്ടും വലിയ പ്രഹരമായിരിക്കും അവർക്ക് ലഭിക്കുക. അവർക്ക് പ്രതീക്ഷിക്കത്തക്ക ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. നിലവിൽ രാജ്യസഭയിൽ NDAക്ക് കേവല ഭൂരിപക്ഷം എത്തിയിരിക്കുന്നത് വലിയ തോതിലുള്ള ഇലക്ഷൻ കമ്മീഷന്റെ കനിവ് കൊണ്ടാണ് എന്നുള്ളത് സാധാരണക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കോടതി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോടതിക്ക് പോലും പല കാര്യങ്ങളിലും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസെടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിലയ്ക്ക് നിർത്താനോ നിർവാഹമില്ലാത്ത രീതിയിലേക്ക് സുപ്രീം കോടതിക്ക് പരിമിതികൾ ചുരുക്കിക്കൊണ്ട്, സുപ്രീം കോടതിയുടെ സാധ്യതകളെ ചുരുക്കിക്കൊണ്ടുള്ള നീക്കമാണ് പാർലമെന്റിൽ രഹസ്യമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തി വരുന്നത്. അതിനുവേണ്ടിയാണ് അമിത്ഷാ കൃത്യമായ ചരടുകൾ നീക്കുന്നത്. പക്ഷേ എല്ലാ കാലവും കബളിപ്പിക്കാൻ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ അത് രാഷ്ട്രപതിക്കെതിരെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷനെതിരെയോ തിരിയാതിരിക്കാൻ വേണ്ടിയുള്ള സർവ പണിയും അടിത്തട്ടിൽ BJP ചെയ്തു വച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ ഇലക്ഷൻ ഡേറ്റകൾ മായ്ച്ചു കളയാം. ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷന് ഫേവറബിൾ ആയിട്ടുള്ള പല സാഹചര്യങ്ങളും ഭേദഗതിയിലൂടെ ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്കുണ്ടായ മുന്നേറ്റം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബീഹാർ പോലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ RJDക്ക് കിട്ടേണ്ട മിനിമം സീറ്റുകളുണ്ട്. വോട്ട് ഷെയറിൻ്റെ ആനുപാതികം നോക്കുമ്പോഴും സീറ്റിൽ എങ്ങനെ കുറവ് വന്നു? കൃത്യമായി ഹരിയാനയിലും അങ്ങനെ തന്നെ. കോൺഗ്രസിൻ്റെ അത്ര പോലും വോട്ട് ഷെയർ ഇല്ലാത്ത BJPക്ക് എങ്ങനെ കൃത്യമായും കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള സീറ്റ് വന്നു? ഇവിടെയാണ് വോട്ട് ടാപ്പറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ബാറ്ററി സെല്ല് മാറ്റിയതിനെ, അതായത് ഇലക്ഷൻ നടപടികൾക്ക് ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീൻ കടത്തിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതിൽ കഴമ്പുണ്ട് എന്ന് സാധാരണക്കാർ തിരിച്ചറിയുന്നത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി പറഞ്ഞത് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് പോലെ ബാലറ്റ് സംവിധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഈ രാജ്യം ഒന്നടങ്കം ആലോചിക്കുന്നു എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷനിൽ അതിനെക്കുറിച്ച് വിവേക് ജോഷി ഉൾപ്പെടെ മറ്റ് കമ്മീഷൻ അംഗങ്ങൾ അതിനെ ഫേവർ ചെയ്ത് സംസാരിച്ചിട്ടും ജ്ഞാനേഷ് കുമാർ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രതിപക്ഷത്തിനെതിരെ പറഞ്ഞത് ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല, ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി എന്നാണ്. അധികാരവും ധാർഷ്ട്യവും ഹുങ്കും പിന്നെ ജൽപ്പനങ്ങളും മാത്രമാണ് ഈ മനുഷ്യന് കൈമുതലുള്ളത് എന്നുള്ളത് വ്യക്തമാക്കി തരികയാണ്. എത്രത്തോളം നിലവാരം താഴ്ന്നു സംസാരിക്കാമോ അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരിക്കുകയാണ് ജ്ഞാനേഷ് കുമാർ.